ഹൈന്ദവരുടെ ജീവിതത്തിൽ വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. നിത്യവും ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ അതുമല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ ഒക്കെ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും വളരെ വിലപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. കാരണം എന്തൊരു കാര്യത്തിനും ഈ ക്ഷേത്ര ദർശനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഒരു ആവശ്യ ഘടകമായി തന്നെ കണക്കാക്കാം. ഏതൊരു ശുഭകാര്യത്തിന്റെയും അവസ്ഥയിൽ നമ്മുടെ ഈശ്വരനെ കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ക്ഷേത്ര ദർശനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്തിനാണ് ഈ ക്ഷേത്ര ദർശനം എന്നുള്ളത്, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്നുള്ളത് പലരിലും ഇന്നും അറിയാത്തൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്? ഇവിടെ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമാണ് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയി ഭഗവാനെ ദർശിക്കുന്നു? അങ്ങനെയുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ മുഴുവൻ ഉള്ളതല്ലേ, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരിലും ഒരു കളിയാക്കുന്ന രൂപേണ തന്നെ നമ്മൾ പലരിലേക്കും എത്താറുണ്ട്. ക്ഷേത്രം എന്നാൽ നമ്മുടെ ശരീരം തന്നെയാണ് എന്നുള്ളത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം, നാം അവിടെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്കുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു പ്രത്യേകതരം അനുഭൂതിയാണ്. നമ്മുടെ മാനസികമായ ആത്മീയ വളർച്ചയ്ക്ക് ഈ ക്ഷേത്ര ദർശനം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ അത് വെറും ഒരു നേരം പോക്കായി കാണാതെ ക്ഷേത്ര ദർശനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിന്റെ ഉന്മേഷം നമുക്ക് ഏത് തരത്തിലേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ക്ഷേത്ര ദർശനത്തിന്റെ മുഴുവൻ ഫലങ്ങളും നമ്മളിലേക്ക് ആവാഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥാവിശേഷത്തെക്കുറിച്ചും അവയുടെ ഗുണഫലങ്ങളെക്കുറിച്ചുമൊക്കെ നാം മനസ്സിലാക്കിയിരുന്നാൽ ക്ഷേത്ര ദർശനം ഒരു പുണ്യമായി തന്നെ നമുക്ക് അനുഭവപ്പെടും.